നമസ്കാരം. ഹിന്ദുക്കളോട് CPM നിലപാട് മാറ്റുന്നു, വിശ്വാസികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. തുടർച്ചയായി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന CPMന് അതിൽ നിന്ന് കരകയറാൻ തന്ത്രങ്ങൾ മെനയുകയാണ്. ഈശ്വരവിശ്വാസികളോടും അവരുടെ വിശ്വാസങ്ങളോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM ആരംഭിച്ചിരിക്കുന്നത്. പാർട്ടി അതിന്റെ പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് നിലപാടിൽ നിന്ന് വലിയൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. കേരളത്തിലെ ലക്ഷക്കണക്കിന് അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ഈ നീക്കം. വിശ്വാസികളെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവരെ തങ്ങളുടെ പക്ഷത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമീപനം സ്വീകരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് CPM നേതൃത്വം. ഞായറാഴ്ച ആരംഭിച്ച ദ്വിദിന പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംഘടന രാഷ്ട്രീയഗതി തിരുത്തലിന്റെ ഭാഗമായി ഇക്കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നതാണ് സൂചന. വിശ്വാസത്തെയും വിശ്വാസികളെയും കുറിച്ചുള്ള തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിനെ കുറിച്ച് ആത്മപരിശോധന നടത്താൻ വേണ്ടി CPM തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട്. 2019 ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് സമാനമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. വയനാട്ടിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനവും അന്ന് തിരിച്ചടിയായെന്നതായിരുന്നു CPMന്റെ വിലയിരുത്തൽ. അതോടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ജില്ലാ നേതാക്കളടക്കം ഹൈന്ദവ ഭവനങ്ങൾ സന്ദർശിച്ച് തങ്ങളുടെ വീഴ്ചകൾ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അക്കാര്യങ്ങൾ മറന്ന അവസ്ഥയിലായിരുന്നു CPM സംഘടന. വലതുപക്ഷ ശക്തികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തങ്ങളുടെ നിലപാടുകൾ സമൂലമായി മാറ്റേണ്ടതുണ്ട് എന്ന് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സമൂഹം ഇപ്പോഴും ഫ്യൂഡൽ സ്വഭാവമുള്ളതാണെന്നും ഒരു ജനകീയ വിപ്ലവം നടക്കാത്തതിനാൽ തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് സാധ്യതയില്ല എന്നുമുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് CPMന്റെ നിലപാട് മാറ്റം. സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസമെന്ന് CPM ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും വിശ്വാസികൾ തന്നെ. നേതാക്കൾ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചെങ്കിൽ പോലും ഈ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ CPMന് പലപ്പോഴും പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിനിടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ അംഗങ്ങളോട് നിർദ്ദേശിച്ച പാലക്കാട് പ്ലീനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് വിശ്വാസികളെ അകറ്റിയതെന്ന് പാർട്ടിയിലെ പലർക്കും തിരിച്ചറിവ് ഉണ്ടാകുകയായിരുന്നു. വിശ്വാസം, ക്ഷേത്ര ആചാരങ്ങൾ, വിശ്വാസികൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ BJP RSS സ്വാധീനമാണ് സമൂഹത്തിൽ വലതുപക്ഷ ചായ്വുണ്ടാക്കാൻ കാരണമെന്ന് CPM നേതൃത്വം ഇപ്പോൾ കരുതുകയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും ഒക്കെ തന്നെ വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാനാണ് പാർട്ടിയുടെ പുതിയ തീരുമാനം എന്നതാണ് വിവരങ്ങൾ. ക്ഷേത്രങ്ങൾ സംഘപരിവാറിന്റെ കൈകളിൽ അകപ്പെടരുത്. CPMന്റെ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് പിന്തുണയും നിയമസഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ യഥാർത്ഥ വിശ്വാസികളെയും വർഗീയവാദികളെയും വേർതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഇപ്പോൾ CPMന്റെ കണക്കുകൂട്ടൽ. ഒരു മതേതര വിശ്വാസം സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ പ്രാധാന്യം ഏറ്റെടുക്കുന്ന കാര്യം തന്നെയാണ്. ഏതെങ്കിലും ആരാധനാലയത്തിൽ കേഡർമാർക്കും അനുഭാവികൾക്കും പോകുന്നതിന് പാർട്ടി എതിരല്ല. ഭാരവാഹികൾ ഈ ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇതിലും മാറ്റമുണ്ടായേക്കുമെന്നതാണ് വിവരം.